എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പൻ അവൻ കൈ ചുരുട്ടി ടോപ്പിയെ ഇടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. കുട്ടപ്പൻ പറയും, ഉറപ്പായാലും നിന്റെ മാസ്ക് അത് ഞാൻ വലിച്ചു കീറും. അത് കേട്ട് കില്ലർ ബി അവനും കുട്ടപ്പന് കട്ട സപ്പോർട്ട് കൊടുത്ത് അവന്റെ കൂടെ നിൽക്കും. ടോബി അവൻ ചിരിക്കും. ടോബി പറയും, എന്നെ തൊടുന്നതിന് മുൻപ് എന്റെ മോൺസ്റ്റേഴ്സ് അവരെ വേണം നിങ്ങൾ ആദ്യം ഡിഫീറ്റ് ചെയ്യാൻ. അപ്പ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ മോൺസ്റ്റേഴ്സിനെ കാണിക്കും. എല്ലാവരും അവറ്റകളുടെ ടെയിൽഡ് ബീസ്റ്റ് പവറിൽ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ടോബി അടിച്ചു പറയും, ഉറപ്പായിട്ടും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അറസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ബോഡിയിലെ 8th ടൈലും 9th ടൈലും അത് രണ്ടും ഉപയോഗിച്ച് ഞാൻ ആ പ്രൊജക്ട് സുക്കരോമി അത് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ സ്വാമി ഗാർഡ് ആണെങ്കിൽ ആ 4th ടൈല് അതിനെ നോക്കി പേടിച്ച് നിൽക്കുകയാണ്. കാരണം സ്വാമി ഗാർഡും ആ 4th ടൈലും അത് രണ്ടും പണ്ടൊരിക്കൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ആ 4th ടൈല് അതതിന്റെ വായിലൂടെ വലിയ തീനാളങ്ങള് ഇപ്പൊ കിസാമിക്ക് നേരെ അങ്ങനെ തുപ്പാണ്. അത് കണ്ട് കിസാമി ആളിപ്പോ വാട്ടർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. 4th ടൈലാണെങ്കിൽ അവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ ലാവ ഉപയോഗിച്ച് വലിയൊരു തീക്കനലാക്കി മാറ്റും. കിസാമിയുടെ വാട്ടർ സ്റ്റൈല് അതിപ്പോ വലിയൊരു സുനാമി പോലെ ആ 4th ടൈലിന് നേരെ ഇപ്പൊ ആഞ്ഞടിക്കും. 4th ടൈലാണെങ്കിൽ അവന്റെ ഫുൾ തീ പവർ അതങ്ങനെ ലാവയാക്കി മാറ്റി കിസാമിക്കൊപ്പം കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഒരുപാട് നേരത്തെ പോരാട്ടത്തിനൊടുവില് ആ 4th ടൈല് അത് ബോധം കെട്ട് താഴെ വീഴും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. ഉടനെ കിസാമി ആ 4th ടൈലിനെ അവന്റെ സ്ക്വാഡിൽ അങ്ങനെ തൂക്കിയെടുത്ത് മുൻപോട്ട് നടക്കാൻ തുടങ്ങും. കിസാമി ഹിറ്റാച്ചിയോട് പറയും, ഇവൻ 4th ടൈലാണെങ്കിലും ഇവന്റെ പവർ അത് ഭയങ്കരമാണ്. ശരിക്കും പറഞ്ഞ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവനെ സീൽ ചെയ്തതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ നടന്നു പോവും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഇവിടെ ആ സ്വാമി ഗാർഡ് അതിപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഉടനെ കില്ലർ ബി അവനിപ്പോ ആ സ്വാമി ഗാർഡ് അതങ്ങനെ റെഡിയാക്കി വെക്കും. അടുത്ത സെക്കൻഡില് അവറ്റകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ എടുത്തു ചാടും. കുട്ടപ്പനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ടെൻഷനാവും. കുട്ടപ്പൻ നിലവിളിച്ച് പറയും, കില്ലർ ബി അത്രയും സ്പീഡില് നീ ഓടാൻ പാടില്ല, ഉറപ്പായിട്ടും അവർ നിന്നെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതേ സമയം ലോങ് ഷോട്ടിലായി ആ 7 ടൈല് അതിപ്പോ കില്ലർ ബിയെ ലക്ഷ്യമാക്കി അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. ഇവിടെ കില്ലർ ബി അവൻ ഒരുപാട് സ്ക്വാഡുകൾ എടുത്ത് അവൾക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ അവൾ എല്ലാ സ്ക്വാഡുകളിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉടനെ നറൂട്ടോ അവനിപ്പോ കില്ലർ ബിയുടെ അടുത്തേക്ക് വരും. നറൂട്ടോ പറയും, ഇത് റെനിയങ്ക കണ്ണാണ്. ഏതെങ്കിലും ഒരാൾ കാണുന്ന കാര്യം അത് ഇവർ 5 പേരിലേക്കും പാസ്സാവും. അങ്ങനെയാണ് നിന്റെ ഓരോ മൂമെന്റും ഇവരെല്ലാവരും മനസ്സിലാക്കി നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നേ. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ ലാവ സ്റ്റൈൽ യൂസർ അവനിപ്പോ കുട്ടപ്പന് നേരെ ലാവ തുപ്പുക. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വേദനയിൽ കിടന്ന് പൊളയാൻ തുടങ്ങും. ആ സമയത്ത് കില്ലർ ബി അവൻ കുട്ടപ്പനെയും തൂക്കി സേഫായി മറ്റൊരു ഭാഗത്തേക്ക് പോകും. അപ്പൊ ഇഗീട്ടോ എന്ന് പേരുള്ള വേറൊരു മോൺസ്റ്റർ അവളിപ്പോ നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ വന്ന് അവളുടെ കയ്യിലുള്ള ആ ഒരു സ്ക്വാഡ് അതുപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അറഞ്ചം പുറഞ്ചം വെട്ടും. പക്ഷെ ഓരോ തവണ അവൾ വെട്ടുമ്പോഴും നമ്മുടെ ആൾക്കാര് അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. 8th ടൈല് അതിപ്പോ കുട്ടപ്പനോടും കില്ലർ ബിയോടും പറയും, അവർ 5 പേരും പരസ്പരം കണക്റ്റഡ് ആണ്. അവരിൽ ഒരാൾ കണ്ടാൽ മതി, ബാക്കി എല്ലാവർക്കും നമ്മളെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ 5 പേരും ഇതിനോടകം നമ്മളെ കണ്ടു കഴിഞ്ഞു. അതിന് കുട്ടപ്പൻ പറയും, നമ്മുടെ മുൻപില് ഇപ്പൊ വേറെ വഴിയില്ല. നാഗട്ടോ എങ്ങനെ അറ്റാക്ക് ചെയ്തോ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയൂ. ഓരോരുത്തരായിട്ട് നമുക്ക് ഇല്ലാതാക്കണം. നാഗട്ടോയുടെ ബോഡിയിൽ അവരെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരുപാട് റാഡുകൾ ഉണ്ടായിരുന്നു. സോ ഇവരുടെ ബോഡിയിലും അതുപോലെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കില്ല. അതാദ്യം നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. അപ്പൊ കുട്ടപ്പൻ അവൻ കറക്റ്റ് ആയിട്ട് ആ റാഡ് കണ്ടുപിടിക്കും. അതിപ്പോ അവളുടെ ചെസ്റ്റിലാണ് കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. കില്ലർ ബിക്ക് ആണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് നാണവും വരും. 8th ടൈല് പറയും, ഇത് നാണിക്കാനുള്ള സമയമല്ല, മറിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ടൈമാണ്. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാർക്ക് നേരെ എടുത്തു ചാടും. അതിനുശേഷം ഓരോരുത്തരുടെയും ബോഡിയിൽ ആ ഒരു റാഡ് അതെവിടെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അവൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ആരംഭിക്കും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. കുട്ടപ്പനാണെങ്കിൽ അവന്റെ റെസൺ പവർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആ ലാവ സ്റ്റൈൽ യൂസർ അവന്റെ നെഞ്ചിലടിച്ച്
ആ ഒരു റാഡ് അത് ഊരിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഫൈറ്റയില് അതിപ്പോ ചാടി വന്ന് നറൂട്ടോ കുട്ടപ്പനെ ഇടിച്ചു തെറിപ്പിക്കും. ഉടനെ കില്ലർ ബി ഇപ്പൊ കുട്ടപ്പനെ പിടിച്ചു വലിച്ച് സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അവര് കുട്ടപ്പനെ ചെക്ക് ചെയ്യും. അവന്റെ താടിയെല്ല് തകർന്നു പോയി. എയ്ത്ത് ഡേയിൽ പറയും, ഇങ്ങനെയൊരു കണ്ടീഷനിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാനാവില്ല. ഈ ഒരു പ്രദേശം അത് നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യണമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ കില്ലർ ബി അവനിപ്പോ ആ എയ്ത്ത് ഡേയിൽ പവർ എടുത്ത് ആ കാർഡ് തന്നെ അങ്ങനെ തല്ലി തല്ലി നശിപ്പിക്കുകയാണ്. എയ്ത്ത് ഡേയിൽ കുട്ടപ്പനോട് പറയും, കുട്ടപ്പ പിടിച്ചു നിന്നോ, ട്വിസ്റ്റിംഗ് ജിപ്സു അത് യൂസ് ചെയ്യാണെന്ന് പറഞ്ഞ് ഒരു പമ്പരം പോലെ ഇപ്പൊ എയ്ത്ത് ഡേയിൽ കറങ്ങാൻ തുടങ്ങും. എയ്ത്ത് ഡേയിൽ നല്ല സ്പീഡിൽ കറങ്ങി അങ്ങനെ മണ്ണിലൂടെ താഴേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. അവ പറയും, കില്ലർ ബി അവനിപ്പോ അവന്റെ എയ്ത്ത് ടൈൽ സ്റ്റേറ്റിലേക്ക് പോയി ഇപ്പൊ ആ കാർഡ് തന്നെ തല്ലി തകർക്കാണ്. എയ്ത്ത് ടൈലിന്റെ കൂടെ ഇപ്പൊ നമ്മുടെ കുട്ടപ്പനുണ്ട്. അവരുടെ ലക്ഷ്യം മാസ്ക് വെച്ച ആ മാധുരയാണ്. അപ്പൊ വേറൊരു ഷിനോബി അവനോട് പറയും, ഇവിടെ ഫൈക്കാകാസ് അവരിപ്പോ റിയൽ മാധുരയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഷിക്കാഗോ പറയും, ഫൈക്കാകാസ് അവരുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും അവരുടെ മുൻപിൽ മാധുരയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ബാക്കിയുള്ള ബാറ്റിൽ ഫീൽഡുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതിനവും പറയും, എയും ബിയും അവിടെ നമ്മുടെ ഷിനോബികള് ഓൾറെഡി എല്ലാ വില്ലന്മാരെയും തല്ലി ഓടിച്ചും കൊന്നുകളഞ്ഞും തീർത്തു. കട്ട് ചെയ്താ ഇപ്പൊ ഡാർവിയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് ഓരോ വൈറ്റ് സെറ്റ്സുകളെയും അങ്ങനെ വെട്ടി വീശും. മറ്റൊരു ഭാഗത്ത് കുറട്സുജി അവളും അവളുടെ പപ്പയും ചേർന്ന് ഇപ്പൊ കോമ്പിനേഷൻ അറ്റാക്ക് ഉപയോഗിച്ച് ഒരുപാട് വില്ലന്മാരെ തല്ലി തകർക്കും. മറ്റൊരു ഭാഗത്ത് ഹിനട്ട നെജി അവരും അതുപോലെ തന്നെ വൈറ്റ് സെറ്റ്സുകളുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റിലാണ്. കട്ട് ചെയ്ത കാക്കാഷി മൈഗൈ അവർക്ക് ചുറ്റും ഇപ്പൊ ഒരു കൂട്ടം വൈറ്റ് സെറ്റ്സുകള് അവർ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് അവരുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സാമുറായികളുടെ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ കിമിമാരും ഗ്രാനിച്ചിയും അവരിപ്പോ പപ്പടൊക്കെ വെച്ച് ആ സാമുറായി ടീംസിനെ മുഴുവനായിട്ടും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഷിക്കാഗോ ആള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആ എല്ലാ കമ്പനികൾക്കും പുതിയൊരു ഇൻഫർമേഷൻ ഇപ്പൊ പാസ് ചെയ്യാൻ തുടങ്ങും. എല്ലാവരും ആ വൈറ്റ് സെറ്റ്സുകളെ മുഴുവൻ തുരത്തി ഓടിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് കില്ലർ ബിയെയും കുട്ടപ്പനെയും സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ എയ്ത്ത് ടൈലിനെയും കുട്ടപ്പനെയും കാണിക്കും. എയ്ത്ത് ടൈലാണെങ്കിൽ ഇപ്പൊ ആ കാട് മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മുഴുവൻ പൊടിയും മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചിന്നിച്ചെതറി കിടക്കും. അതിന്റെ ഇടയിൽ ആ മോൺസ്റ്റേഴ്സും ഇപ്പൊ വീണ് കിടക്കാണ്. ഉടനെ കില്ലർ ബി അതിപ്പോ എയ്ത്ത് ടൈലിനോട് പറയും, എത്രയും പെട്ടെന്ന് അവരെ സീൽ ചെയ്യ്, ഇതാണ് കറക്റ്റ് ടൈം. ഉടനെ എയ്ത്ത് ടൈല് അതതിന്റെ ഇങ്ക് പവർ ഉപയോഗിച്ച് ഇപ്പൊ അവറ്റകളെ സീൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സെക്കൻഡില് ഇങ്ക് സീല് അതിപ്പോ 6 പേരുടെ ബോഡിയിലേക്കും അവൻ തെറിപ്പിച്ചു വിടും. കില്ലർ ബി പറയും, കുറച്ച് സെക്കൻഡുകൾ മതി, അതിനുള്ളില് അവര് സീൽഡ് ആവും. ഉടനെ 6 മോൺസ്റ്റേഴ്സ് ഇപ്പൊ അവറ്റകളുടെ ഫുൾ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. മാത്രമല്ല ആ ടോബി അവൻ മണ്ണിനടിയിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. ടോബി ഉടനെ ആ മോൺസ്റ്റേഴ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്ത് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ ലാവ സ്റ്റൈൽ യൂസർ അവനിപ്പോ വലിയൊരു വോൾക്കാനോ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതേസമയം ഫൈറ്റയില് ഇപ്പൊ കുട്ടപ്പനെ ആ ലാവയിലേക്ക് തള്ളിയിടും. എയ്ത്ത് ടൈല് അത് വീണ്ടും ഇപ്പൊ കുട്ടപ്പനെ ക്യാച്ച് ചെയ്യും. എന്നിട്ട് കുട്ടപ്പനോട് പറയും, നമ്മൾ രണ്ടുപേരും വിചാരിച്ച ഇവരെ മുഴുവൻ പേരെയും കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടാവില്ല. സോ എത്രയും പെട്ടെന്ന് കൂടുതൽ ആൾക്കാരെ വിളിച്ച് ഇവിടേക്ക് വരാം. അവനത് പറയുന്ന അതേ സമയത്ത് ആ ഫൈറ്റയില് അതിപ്പോ നമ്മുടെ എയ്ത്ത് ടൈലിനെ അങ്ങനെ തകർത്ത് കളയും. അപ്പൊ അടുത്തൊരു മോൺസ്റ്റർ അതങ്ങനെ വന്ന് കുട്ടപ്പന്റെ തലയിൽ പിടിച്ചു വലിക്കും. അപ്പൊ വീഴാണ് ആ മോൺസ്റ്ററിന്റെ ദേഹത്ത് ഒരു ചവിട്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ മൈഗൈ. ഉടനെ കാക്കാഷി മാസ്റ്റർ ആള് കുട്ടപ്പനെ വാരിയെടുക്കും. എന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായിട്ട് അവനെ കൊണ്ടുപോകും. ഇപ്പൊ കാക്കാഷി മൈഗൈ നറൂട്ടോ അവര് 3 പേരും ടോബിയെ മുരച്ച് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.